10 ദിവസത്തെ തായ്ലൻഡ് യാത്രയ്ക്ക് ശേഷം ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ വിയറ്റ്നാം കറങ്ങാനാണ് പോയത്. വിയറ്റ്നാമിൽ കുറച്ച് ദിവസമേ ഉള്ളൂ, 5 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ബാങ്കോക്ക് എയർപോർട്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ നേരെ ഡനാങ് എയർപോർട്ട്, അതായത് വിയറ്റ്നാമിലുള്ള ഡനാങ്ങിലോട്ടാണ് എയർപോർട്ടിലോട്ടാണ് നമ്മൾ പോയത്. വിയറ്റ്നാമിൽ നമ്മൾ ദുബായിൽ നിന്നുള്ള ഏജൻസി ത്രൂ ബുക്കിംഗ് അല്ലായിരുന്നു. തായ്ലൻഡിൽ നമ്മൾ ഏജൻസി ത്രൂ ആയിരുന്നു ബുക്കിംഗ് എല്ലാം. വിയറ്റ്നാമിൽ നമ്മുടെ ഇവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പാർട്ടി നേരത്തെ പോയതിൻ്റെ അവർ ത്രൂ നമുക്കൊരു ആളിൻ്റെ കോൺടാക്റ്റ് കിട്ടി. അങ്ങനെ അവർ ത്രൂ ആണ് നമ്മൾ ഇവിടെ എല്ലാം ബുക്ക് ചെയ്തത്. വിയറ്റ്നാമിൽ എല്ലാം നമ്മൾക്ക് ബുക്ക് ചെയ്തത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്റ്റേ മാതിരിയുള്ള ഒരെണ്ണമായിരുന്നു. നമ്മൾ തായ്ലൻഡിൽ കണ്ട പോലുള്ള ഹോട്ടലൊന്നുമല്ല, ഇത് ഹോം സ്റ്റേ മാതിരിയായിരുന്നു. ഇത് അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. നമ്മൾ കുക്ക് ചെയ്യാനൊന്നും പോയില്ല, അത് വേറെ കാര്യം. ഇവിടെ ഒറ്റ റൂമായിട്ടാണ് നമ്മളന്ന് ബുക്ക് ചെയ്തത്. നമ്മൾ 4 പേർക്ക് കൂടെ ഒറ്റ റൂം അങ്ങനെയായിരുന്നു ബുക്ക് ചെയ്തത്. പിന്നെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പുണ്ട്, താഴോട്ടൊക്കെ ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ട്, ലിഫ്റ്റും ഒക്കെ ഉണ്ട്. എന്നാലും ഇതിൽ കൂടെ ഒക്കെ നടന്നിറങ്ങി കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ചായയുടെയും കാപ്പിയുടെയൊക്കെ വില മനസ്സിലായത്. ഇവരുടെ വിയറ്റ്നാമിൻ്റെ ഫുഡും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കാപ്പി, അവർ കാപ്പി എന്നൊക്കെ പറയുന്നത് വേറെ എന്തൊക്കെയോ ആണ്. ഞാൻ അബദ്ധവശാൽ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ കോഫിന്ന് കണ്ടുകൊണ്ട് കോഫി എടുത്തു. പക്ഷേ വായിലോട്ട് വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു, അതായിരുന്നു സത്യാവസ്ഥ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും ബ്രെഡും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വിയറ്റ്നാമിൻ്റെ ഫുഡ് ഒന്നുമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. നമ്മൾ 30th രാത്രിയായി നമ്മൾ വിയറ്റ്നാമിലെത്തിയപ്പം. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മുടെ ആ ഹോട്ടലിലോട്ട് കൊണ്ടുവിട്ടു. അതിന് ശേഷം രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനൊന്ന് പുറത്തിറങ്ങി, അത്രയേ ഉള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം നമ്മളെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ടൊക്കെ തന്നെ ഇരിക്കും, കാരണം നിറയെ തെങ്ങുകളും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഇത്തിരി കൂടെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തായ്ലൻഡിന് ഭയങ്കര ചൂടായിരുന്നു. ഇത് അവിടുത്തെ സിറ്റിയാണ്. സിറ്റി ഈ ഒരു രീതിയിലാണ് സിറ്റി. പിന്നെ അവിടുന്ന് നമ്മളെ കൊണ്ടുപോയത് മാർബിള് ഈ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിലോട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും, അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ അതുപോലെ തന്നെ ബുദ്ധയുടെ, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള മാർബിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന രൂപങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ഈ വലിയ ഗാർഡനിലൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ അവിടെ ഒരു യൂണിറ്റാണ്, അവരുണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അവിടെ കുറേ പെൺപിള്ളേരും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അതുപോലെ തന്നെ മാർബിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഭരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, നമുക്കിതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹം തോന്നും. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര അന്യായമായിട്ടുള്ള വെയിറ്റാണ് കേട്ടോ. ഒരു ചെറിയ സാധനം എടുത്താൽ പോലും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിക്കണം എന്നുള്ളത് ഉപേക്ഷിച്ചു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. ഇത് കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. പക്ഷേ അതൊക്കെ നമുക്ക് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതെങ്ങനെ നമ്മളിവിടെ എത്തിക്കും, ഭയങ്കര വെയിറ്റ് അല്ലേ. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ തുണി തന്നെ നല്ല ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇനി നേരെ നമ്മൾ പോകുന്നത് മാർബിൾ മൗണ്ടനിലാണ്. അത് കണ്ടില്ലേ, അതാണ് മാർബിൾ മൗണ്ടൻ. ഇവിടോട്ട് പോകാനും എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട്. അത് നമ്മൾ ലിഫ്റ്റ് വഴിയാണ് നമ്മളങ്ങ് കയറി പോകുന്നത്. കണ്ടില്ലേ, കുറേ ദൂരം നമ്മൾ ലിഫ്റ്റിൽ കയറി അങ്ങ് മേളിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നാണെങ്കിലും ഇഷ്ടം പോലെ നടക്കാനുണ്ട് കേട്ടോ. ഈ ഒരു സമയമൊക്കെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കാലിൻ്റെയൊക്കെ ബലം ഈ പറഞ്ഞ പോലെ മനസ്സിലാവുന്നത് അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ്. നടക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായമായിട്ട് നടക്കാനുണ്ട്. ഇത് നമ്മൾ കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മൾ മടുക്കും കേട്ടോ, അത്രയ്ക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇതൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതിന് ശേഷം കുറേ ഉണ്ടായിരുന്നു നടക്കാൻ.
നമ്മൾ മാത്രമല്ലല്ലോ നമ്മുടെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ അല്ല നമ്മുടെ പിന്നെ ചുറ്റിനുമുള്ള ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ കണ്ട് ഇങ്ങനെ കയറി ഓരോ ഇതിലും കയറി പോകുമ്പോഴാണ് നമുക്ക് സ്റ്റെപ്പുണ്ട് കേട്ടോ. സ്റ്റെപ്പെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റെപ്പെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അകലത്തിലാണ് ഓരോ സ്റ്റെപ്പുകൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് എഫേർട്ട് എടുത്തെങ്കിലേ ഓരോ സ്റ്റെപ്പും കയറാൻ പറ്റത്തുള്ളൂ. അതൊക്കെ നമുക്ക് ഈ പറഞ്ഞാൽ അന്നേരമാണ് നമുക്ക് കാലിൻ്റെ ബലത്തിൻ്റെയൊക്കെ ഇത് മനസ്സിലാവുന്നത്. പിന്നെ പിള്ളേർക്കൊന്നും കുഴപ്പമില്ല, പിള്ളേരൊക്കെ കയറി പോവും. ഞാൻ പകുതി സമയവും ഈ പറഞ്ഞ പോലെ ഞാൻ റെസ്റ്റ് എടുപ്പായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നുകൊണ്ടുള്ള ഇതുപോലെയുള്ള വീഡിയോ എടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പോയത് ഒരു സിൽക്ക് വില്ലേജാണ് കേട്ടോ. സിൽക്ക് വില്ലേജിലുള്ള കാഴ്ചകൾ ഇത് അടിപൊളിയായിരുന്നു. ഹോയി ആൻഡ് സിൽക്ക് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് മ്യൂസിയമാണിത്. ഇത് കണ്ടില്ലേ, സിൽക്ക് വേമിനെ പിന്നെ അവർ പ്രോസസ്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാഴ്ചകളാണ്. നമ്മുടെ മൾബറി ഇലയിലാണ് ഇത് സിൽക്ക് വേം. ഇത് കണ്ടില്ലേ, വൈറ്റും ഉണ്ട്, പിന്നെ മഞ്ഞ സിൽക്ക് വേമും ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ അവർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചെറിയ യൂണിറ്റാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ വലിയ യൂണിറ്റ് ഇവർക്ക് പിന്നെ വേറെ എവിടെയൊക്കെയോ ഉണ്ട്. ഇത് കണ്ടില്ല, അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഇത് പറഞ്ഞു തരുന്നത്. തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ പിന്നെന്തുവാ നെയ്ത്തൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് സിൽക്കിൻ്റെ നമ്മുടെ ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെയൊക്കെ വലിയ പ്രോസസ്സാണ്. അതിൻ്റെയൊക്കെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു, ഈ ഒരു സിൽക്ക് വേമിനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരത്തി അന്നേരമാണ് പറഞ്ഞത്, ഈ ഒരു പിന്നെ ചൂടുവെള്ളത്തിലിട്ടില്ലേ, ഇട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ ആ ഒരു സിൽക്ക് വേമിനെ അവർ കഴിക്കും കേട്ടോ. ഞങ്ങളുടെ ചോദിച്ചു ഞങ്ങൾക്ക് വേണമെന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട. എന്നിട്ട് അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ തന്നെ കഴിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് എടുത്തിട്ട് അവർ ആ സിൽക്ക് വേമിനെ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത് നെയ്തെടുക്കുക എന്ന് പറഞ്ഞത്. ഇതെല്ലാം സിൽക്കാണ്, ഒറിജിനൽ സിൽക്ക്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾക്ക് തന്നത് കഴിക്കാനെന്ന് പറഞ്ഞ്, സിൽക്ക് വേമിനെ പുഴുങ്ങിയതിന് കഴിക്കാനായിട്ട്. ഈ ഒരു പെങ്കൊച്ചുണ്ടല്ലോ അതിനെ അങ്ങനെ തന്നെ എടുത്ത് കടിച്ച് ഉടച്ച് തിന്നുന്ന കണ്ടു. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ യൂണിറ്റിലോട്ട് കൊണ്ടുപോയി അവിടെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അവിടെ നിന്ന് 1-2 എണ്ണം ഞങ്ങളും പർച്ചേസ് ചെയ്തു. പിന്നീട് പുറത്തോട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ 1-2 സ്ഥലം കൂടെ പോയിട്ടുണ്ടായിരുന്നു. അത് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം, കാരണം കുറേ ലെങ്തി ആയി പോവും. ഇതൊക്കെ ഉള്ളൂ. നാച്ചുറൽ സീനറി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. വിയറ്റ്നാമിലെ തായ്ലൻഡിനെക്കാട്ടി കുറച്ചുകൂടി എനിക്കിവിടെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കാണാം.